അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണവും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ട്രൂത്ത് മുറൈ എന്ന ഈ ചാനലിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹാമിദ് ആറ്റക്കോയയുടെ ഒരു ചെറിയ വീഡിയോ ആണ് കാണിക്കുവാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ തുടർന്നും ചാനലിൽ വീഡിയോ ഉണ്ടാകും എന്നുകൂടി അറിയിക്കുന്നുണ്ട്. എന്താണ് ഹാമിദ് പറയുന്നതെന്ന് കേൾക്കാം. ഫضല് കേട്ടോളെ. ഒരു ഉമ്മ ഒരു 1.5 വർഷം മുമ്പ് കാണാൻ വന്നു. ഉമ്മ പറഞ്ഞു, മോനെ തങ്ങളുട്ടിയെ, എന്റെ മകൾക്ക് വീടില്ല, എന്റെ മകൾക്ക് ദാരിദ്ര്യമാണ്, എന്റെ മകൾക്ക് വീടില്ല, ഒരു സെന്റ് ഭൂമി വാങ്ങാൻ പോലും കഴിവില്ല, എന്റെ കുട്ടിക്ക് മരിക്കോളം വീടുണ്ടാവൂല, അവിടുന്ന് ദ്വാരിക്കണം. ഞാൻ പറഞ്ഞു, അള്ളാഹുണ്ടല്ലോ, അല്ലല്ലേ വലുത്, അള്ളാന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ പൈസ, അള്ളാഹുവിന്റെ ഖജനാവിൽ. ഒരു വല്യമ്മ വന്നിട്ട് വീടില്ലാത്ത കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ 8 വർഷമായിട്ട് വാടകയ്ക്ക് ഇരിക്കുന്ന ആളാണ്. വാടകയ്ക്ക് ഇരിക്കുന്നത് വീടില്ലാത്തതുകൊണ്ടല്ല, ഉള്ള വീട് ചെറിയ വീടാണ്, സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വാടകയ്ക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് ഇന്നേ വരെ എനിക്ക് വീടില്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല. എനിക്ക് വീടില്ലാത്തത് എൻ്റെ മാത്രം കുറ്റമാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റമല്ല. എന്നിട്ട് മറ്റുള്ളവരോട് പോയിട്ട് ഇങ്ങനെ ഇടങ്ങേറും പരാതിനെയും പറയുക എന്നുള്ളത്. ഇനി അങ്ങനെ പറയുന്നവരുണ്ട് പറഞ്ഞോളൂ, എനിക്ക് അതല്ല, എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഉമ്മ ഒരുപാട് കരഞ്ഞ സങ്കടത്തോടെയാണ് നമ്മളെ വീട് വിട്ടുപോയത്. ഇന്നലെ ഉമ്മയും കുടുംബവും വന്നു. പറഞ്ഞു, തങ്ങളെ ഈ മജ്‌ലിസ് വല്ലാത്ത ബറക്കത്താ. അതാണ് കാര്യം. ഒരാൾക്ക് വീടില്ലാത്ത പരാതി മൂപ്പരോട് പോയി പറഞ്ഞു എന്നുള്ളതാ. ഇപ്പോൾ ആ പറഞ്ഞ ആളുകൾ അള്ളാഹിനോട് പറഞ്ഞേക്കണമെന്ന് അറിയില്ല. എന്തായാലും വീടുണ്ടായിട്ടിപ്പോൾ മജ്‌ലിസിൻ്റെ ബർക്കത്തുകൊണ്ട് വീടുണ്ടായി എന്നാണ് പറയണത്. ഒരു മജ്‌ലിസിൻ്റെ ബർക്കത്തുകൊണ്ടും ആർക്കും വീടുണ്ടാവില്ല സഹോദരന്മാരെ. നമ്മൾ കഷ്ടപ്പെട്ട് എട്ടങ്ങേറായി സ്ഥലം വാങ്ങി വീട് വെക്കുക, ലോണോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ പാങ്ങിനെ അനുസരിച്ച രൂപത്തിൽ, അതായത് വലിയ രീതിയിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള സാധനം ഉണ്ടാക്കിയിട്ട് അതിന് ലോൺ എടുത്തിട്ട് ഹറാമായ രൂപത്തിൽ പലിശയുടെ ഭാഗവും ഒക്കെ ആക്കി ബർക്കത്തില്ലാത്ത ഒരവസ്ഥയാക്കരുത്. എന്താണ് ഇനി ആറ്റ പറയണ നോക്കാം. എന്താ കാരണം? എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, അന്നെന്റെ മകൾക്ക് വീടില്ല, എന്റെ മക്കൾക്ക് സ്ഥലമില്ല. മകളുടെ കാര്യം ഉമ്മ പറഞ്ഞു എന്നുള്ള. അപ്പോൾ ഉമ്മാക്കല്ല, മകൾക്ക് വീടില്ലെങ്കിൽ അവനവൻ്റെ വരുമാനം നല്ല ജോലി ചെയ്യണം. ജോലി ചെയ്താലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നല്ല കച്ചവടമോ ജോലിയോ ഒക്കെ ചെയ്തിട്ട് മക്കൾക്കും ഒക്കെ തിന്നാൻ കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഒരു സംഖ്യ മാസാവസാനത്തേക്ക് മാറ്റി വയ്ക്കുക. നല്ലൊരു അവനാനെയും കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഒരു വാടക വീട്ടിൽ താമസിക്കുക. എന്നിട്ട് വാടകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതോടൊപ്പം നല്ല രീതിയിൽ ഇറക്കൊന്നും ചെയ്യാതെ തന്നെ പറ്റുമെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിട്ട്, ഇപ്പോൾ അതാ ലൈഫ് മിഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് വീട്, അതുവഴിക്കും ശ്രമിക്കുക. ഏതായാലും അവനവൻ്റെ കഴിവുകേടുകൾ മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് ഇടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും ആറ്റ പറയട്ടെ അല്ലേ. വല്ലാത്ത വിഷമത്തിലായിരുന്നു, കരയാത്ത ദിവസങ്ങളില്ല. എന്റെ മകള് 2 നേരം മജ്‌ലിസ് കാണും. കഴിയുന്ന ആളുകളോട് പറഞ്ഞ് മജ്‌ലിസിലേക്ക് ആളുകളെ കൂട്ടും. മജ്‌ലിസ് കാണുകയും ചെയ്യും, മജ്‌ലിസിലേക്ക് ആളെ കൂട്ടും കൂടി ചെയ്യും. അപ്പം മജ്‌ലിസ് കണ്ട ഒറ്റ ലെയറേ കിട്ടുള്ളൂ, അതായത് ഒരു നിലയെ കിട്ടുള്ളൂ. ആളെ കൂട്ടും കൂടി ചെയ്താൽ 2 നിലയാവും തോന്നുന്നു. ഇനിയിപ്പോൾ ലിഫ്റ്റും കൂടി ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. എന്നാൽ അത് വെറുതെ ആയില്ല. ഇന്നൊരു മോതിരം കൊണ്ട് തന്നിട്ട് പറയാണ്, തങ്ങളെ എന്റെ മകൾക്ക് വീടായി 10 സെന്റ് സ്ഥലം വാങ്ങി, ഇപ്പൊ ദാരിദ്ര്യമില്ല. ഒരു മിനിറ്റ്,
ഈ മജ്ലിസ് കണ്ടതുകൊണ്ടാണോ ഈ 10 സെൻറ്റ് സ്ഥലം വാങ്ങിയതും അതുപോലെ തന്നെ വീടില്ലാത്ത പരാധീനത പറഞ്ഞു നടക്കുന്ന ആൾക്ക് എന്നാൽ പിന്നെ 5 സെൻറ്റ് സ്ഥലമായിട്ട് ബാക്കി 5 സെൻറ്റും കൂടെ ഒരു വീട് വെക്കാനൊന്നുമല്ല നോക്കിക്കണം, ഒരു 10 സെൻറ്റ് തന്നെ വാങ്ങിക്കണം. അൽഹംദുലില്ലാഹ് ഈ 10 സെൻറ്റ് സ്ഥലം വാങ്ങിയത് മജ്ലിസ് കണ്ടതുകൊണ്ടാണോ അതോ ഈ മജ്ലിസ് കണ്ടിട്ടില്ലെങ്കിൽ തന്നെ അവർക്കത് വാങ്ങാൻ കഴിയുമായിരുന്നില്ലേ? ആരോട് ചോദിക്കാൻ, ആര് പറയാൻ, ആര് കേൾക്കാൻ? പറയ് തങ്ങളെ. എന്റെ പൊന്നുമോളൊരു മുതലാളിച്ചിയായി. 10 സെൻറ്റ് സ്ഥലം വാങ്ങിയൊരു വീട് വെച്ചപ്പോൾ മോലാളിച്ചിയായിന്ന്. അപ്പം എന്താ ഈ മോലാളിച്ചി എന്ന് പറഞ്ഞാൽ? തങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട്, പറയും തങ്ങളെ. തങ്ങളിപ്പ പറഞ്ഞ വാക്കല്ല സ്വീകരിച്ചു. ഒരു മിനിറ്റ്, അതിന് നമുക്ക് നിൽക്കി അത് കേൾക്കാം. തങ്ങൾ പറഞ്ഞ വാക്ക് അല്ല സ്വീകരിച്ചു എന്നുള്ളതാണ്. അല്ല എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വീടില്ലാത്ത പരാധീനതകൾ പറഞ്ഞപ്പോൾ ഒന്നും കൂടി നമുക്കതൊന്ന് കേട്ടു നോക്കാം. നമുക്ക് ഒരു ഉമ്മ ഒരു 1.5 വർഷം മുമ്പ് കാണാൻ വന്നു. ഉമ്മ പറഞ്ഞു, മോനെ സ്പിരിറ്റിക, എന്റെ മകൾക്ക് വീടില്ല, എന്റെ മകൾക്ക് ദാരിദ്ര്യമാണ്, എന്റെ മകൾക്ക് വീടില്ല, 1 സെന്റ് ഭൂമി വാങ്ങാൻ പോലും കഴിയില്ല, മരിക്കോളം വീടുണ്ടാവൂല, അവിടുന്ന് ദ്വാരിക്കണം. ഞാൻ പറഞ്ഞു, അള്ളാഹുണ്ടല്ലോ, അല്ലല്ല വലുത്, അള്ളാഹിന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ പൈസ. അതാണ് സംഭവം. അതായത് ഒരു വല്യമ്മ വന്നിട്ട് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞിരിക്കണം അള്ളാൻ്റെ ഖജനാവിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് തങ്ങളെ ഇതിൻ്റെ ഇടയ്ക്ക് മജ്ലിസിൻ്റെ ഫലായിൽ തിരികെ കയറ്റിയത്? ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഇതേപോലെ മനസ്സിലാകാത്ത ആരെങ്കിലും മജ്ലിസിലുണ്ടെങ്കിൽ നീച്ചോടിക്കോളി. അതാണ് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു ഫലായിൽ പറയാൻ വേണ്ടി വെറുതെ കുത്തിരുന്ന് ബ്രാൻഡർ അടിക്കുകയാണ്. നിങ്ങൾക്ക് വീടില്ലേ, നല്ലോണം അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക, സ്ഥലം വാങ്ങുക, വീട് വെക്കുക, അതല്ലേ? അതിനൊക്കെ വലിയ മെനക്കറാണെങ്കിൽ ഇന്നെ പോലെ ചെറുമട്ടത്തിലൊരു ചെറിയ വീട് സംഘടിപ്പിച്ചിട്ട് വാടകയ്ക്ക് ഇരിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാട് മാറിയിട്ടൊക്കെ ഇങ്ങനെ നടക്കാം. ഇത് പ്രോത്സാഹിപ്പിക്കല്ല. വീട്, സ്ഥലം, മക്കൾക്ക് സുരക്ഷിതത്വം ഒക്കെ ആണ് നോക്കേണ്ടത്. എല്ലാവരും അള്ളാഹുവോട് ചോദിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഒട്ടകത്തിനെ കെട്ടിയിട്ട് തവക്കൽ ചെയ്യുക. അല്ലാണ്ട് ഒട്ടകത്തിൻ്റെ പാട്ടിനായിട്ട് വിട്ടിട്ട് റസൂൽ പറഞ്ഞാണ്, നീ ആദ്യം ഒട്ടകത്തിനെ കെട്ടുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. അല്ലാതെ ഒട്ടകത്തിനെ വിട്ടോടം വിട്ടിക്കുക. എങ്ങനെ? വീടോ? എന്ത് വീട്? ചാത്തപ്പൻ എന്ത് മയസറാന്നും പറഞ്ഞ ജീവിതം ജീവിച്ചിട്ട് പിന്നെ വീടില്ലെന്നും പറഞ്ഞിട്ട് ആളുകളെ എടുത്ത് പരാധീനം പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അവർക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകട്ടെ. വീടില്ലാത്തവർക്ക് അള്ളാഹു പെട്ടെന്ന് വീട് നൽകട്ടെ. അതൊരു സങ്കടമായിട്ട് മറ്റുള്ളവരുടെ കുറ്റമായിട്ട് കൊണ്ടു നടക്കേണ്ടതില്ല. അത് ഇതുപോലെ തട്ടിപ്പ് മജ്ലിസുകൾക്ക് മാർക്കറ്റിങ്ങിനാക്കിയിട്ട് തീരെ കൊണ്ടു നടക്കേണ്ടതില്ല എന്നായിരുന്നു ഈ സാധുവിന് പറയാനുള്ളത്. ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.